16ാം കേരള നിയമസഭയുടെ ഒന്നാമത്തെ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. രാവിലെ 9 മണിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ഭരണപക്ഷത്ത് നിന്ന് ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് CPI പ്രതിനിധി മുഹമ്മദ് മുഹസിനും മത്സരിക്കും. തുടർന്ന് ശൂന്യവേളയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്കലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നാളെയും മറ്റന്നാളുമായി നടക്കും. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായ. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഷാനിമോൾ ഉസ്മാൻ തന്നെയായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ. ഭൂരിപക്ഷം അങ്ങനെയാണ്. ഇനി ബാക്കി സഭയിലെ നടപടികൾ ഏതൊക്കെ രീതിയിലാണ് ഇന്നത്തെ? കീർത്തന ഷിഹാസ്, ഒന്ന് ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നത്. ഹ്രസ്വ ഇടവേളയാണ്. അതിന് തൊട്ടുപിന്നാലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കുക. സാധാരണ ചോദ്യോത്തരവേളയിലൂടെയാണ് സഭ കടക്കുന്നത്. പക്ഷേ അതിന് പകരം 9 മണിക്ക് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടുപിന്നാലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളാണ്. അതിൽ സ്വാഭാവികമായും ശൂന്യവേളയിൽ പ്രതിപക്ഷം ഇന്ന് പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്, അടിയന്തര പ്രമേയമായി. അതിനൊപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കലുണ്ട്. 2 വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊന്ന്, ഈ കോടതി ഉത്തരവിൽ എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം VP സജീന്ദ്രൻ MLA ആണ് ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, മാലിന്യനിർമ്മാർജ്ജനം തുടർന്ന് പറയപ്പെടുന്ന അലംഭാവം, അത് ശ്രദ്ധയിൽപ്പെടുത്തുന്ന സജി ചെറിയാനാണ്. ഈ 2 വിഷയങ്ങൾ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലായി വരുന്നു. പിന്നീട് റിപ്പോർട്ട് സമർപ്പണമാണ്. കാര്യോപദേശക സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ സമർപ്പിക്കും. അത് 1ാമത് റിപ്പോർട്ടാണ്. അതിനൊപ്പം തന്നെ പിന്നീട് വിൻസെന്റ് ഉപക്ഷേപം, അത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉപക്ഷേപമാണ്. ആ ഉപക്ഷേപം അവതരിപ്പിച്ചതിന് ശേഷം തൊട്ടുപിന്നാലെ തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കമാവുകയും ചെയ്യും. നാളെയും മറ്റന്നാളും ചർച്ചകൾ തുടരും. അതോടെ സഭ അവിടെ അവസാനിച്ച് പിന്നീട് ബജറ്റിന് വേണ്ടി 19-നാണ് സഭ പുനരാരംഭിക്കുക. അത്രയും ഒരു ദീർഘ ഇടവേള കൂടി ഈ സഭാ സമ്മേളനത്തിലുണ്ട്. ഏതായാലും ഇന്നു മുതൽ സഭയിൽ പ്രധാനപ്പെട്ട മറ്റു വിഷയങ്ങൾ ഉന്നയിച്ചു തുടങ്ങും പ്രതിപക്ഷം. ഏതായാലും ബജറ്റിലുള്ള അതിൽ നന്ദി പ്രമേയത്തിലുള്ള ചർച്ച, അത് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതിവാദത്തിനുള്ള ഒരു വേദി കൂടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏതായിരിക്കും വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിക്കുക എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. ഏതായാലും ഇന്ന് മുതൽ ഏറ്റവും വാശിയേറിയ വാദപ്രതിവാദങ്ങൾ സഭ സാക്ഷ്യം വഹിക്കും. ഇന്ന് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം 101 സീറ്റ് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തന്നെ വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ മാറുകയോ മറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് വേദിയാവുക. കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും കൃത്യമായിരുന്നു വോട്ട്. പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ട് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ട് അങ്ങനെയും ലഭിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല. ഏതായാലും രാവിലെ തന്നെ ഇന്ന് UDF-ന്റെ നിയമസഭാ കക്ഷി യോഗവും ചേരുന്നുണ്ട്. അതിനുശേഷമാണ് 9 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കുക. ശരി, ഇന്നത്തെ സഭാ നടപടികളുടെ വിശദാംശങ്ങളാണ് റോഷിപാൽ നൽകിയത്. 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്.